ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും കരുനീക്കങ്ങളും നടക്കുകയാണ്. അപ്പം ഈ ട്രംപിൻ്റെ പ്രപ്പോസൽ, ഗാസ പ്ലാൻ പ്രപ്പോസലിനെതിരെ വേറൊരു ബദൽ പ്ലാൻ സബ്മിറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. അതിൽ 2-3 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സൗദി അറേബ്യ പ്ലാനൊന്നും പ്രപ്പോസ് ചെയ്യുന്നില്ല. പക്ഷേ ഈജിപ്റ്റ് ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്, ജോർദാൻ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലുപരിയായിട്ട് അറബ് ലീഗ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രപ്പോസലായിട്ട് ആക്കി തീർക്കാനുള്ള ഒരു നടപടിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ സൗദിയിലെ MBSനെ, മുഹമ്മദ് ബിൻ സൽമാനെ നേതൃത്വം നയിക്കാൻ വേണ്ടിയിട്ട് ചുമതല ഏൽപ്പിക്കാനാണ് ഇവർ മുന്നോട്ട് വരുന്നത്. കാരണം ട്രംപിനും MBSനും നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ട്രംപ് ഭരിച്ചിരുന്ന സമയത്തും സൗദി അറേബ്യയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തി MBS ആയിരിക്കും എന്നാണ് വിലയിരുത്തൽ. അതിനുപരിയായിട്ട് ട്രംപ് പുടിനെയും കൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദിയിലേക്ക് വരുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഖത്തറിനൊരു തിരിച്ചടിയും കൂടിയാണ്. കാരണം ഖത്തർ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്, അതിനും കൂടി ഒരു തിരിച്ചടിയാണ്. ഖത്തറിനെ സ്ലോലി സൈഡ് ലൈൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ട്രംപിന്റെ ഒരു 4 വർഷവും ഖത്തർ കുറച്ച് സൈഡ് ലൈൻ ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അതായത് ഖത്തർ തീർച്ചയായിട്ടും ഹമാസിന് ഷെൽട്ടർ കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഖത്തർ ഒരു മീഡിയേറ്റർ എന്നുള്ളതിന് ഉപരിയായിട്ട് ഹമാസിന്റെ ഒരു സേഫ് ഹെവനും കൂടിയാണ് ഖത്തർ. അപ്പൊ എനിവേ, ഇതൊരു സൈഡിൽ ആ വിഷയങ്ങൾ ഇരിക്കെ തന്നെയാണ് ഈ ഖത്തറിനെ സൈഡ് ലൈൻ ചെയ്യാനുള്ള പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമില് സൗദി, മുഹമ്മദ് ബിൻ സൽമാൻ ഏറ്റവും കൂടുതൽ റോൾ എടുത്ത് മുന്നോട്ട് വരുന്നത്. റഷ്യ ഉക്രൈൻ ചർച്ചയായിക്കോട്ടെ, പ്രാഥമിക ഘട്ട ചർച്ചയിൽ ഈ പുടിനും ട്രംപും സൗദിയിൽ മീറ്റ് ചെയ്യാൻ പോകുന്നു. ആ ഒരു മീറ്റിംഗിൽ തീർച്ചയായിട്ടും സെലൻസ്കിയോ യൂറോപ്യൻ യൂണിയനോ നാറ്റോയോ ആരും തന്നെ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. ഇത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. അപ്പൊ അത് കൂടാതെ തന്നെ മിയാമിയിൽ വെച്ചിട്ട് സൗദി അറേബ്യയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ട്രംപ് പോകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് ചർച്ചകളൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. ഒരു പക്ഷേ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് ചെറിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഗാസയ്ക്ക് ഒരു ബദൽ പ്ലാൻ, അത് ട്രംപിന്റെ പ്ലാനിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ബദൽ പ്ലാൻ രൂപീകരിച്ച് ട്രംപിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാനാണ് ഇപ്പൊ ഇരിക്കുന്നത്. ബദൽ പ്ലാൻ തയ്യാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ ബദൽ പ്ലാനിൽ 2-3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഹമാസിനെ സൈഡ് ലൈൻ ചെയ്യണം എന്ന് അവർ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ രണ്ട് പ്രപ്പോസൽ, ജോർദാൻ കൊണ്ടുവരുന്ന പ്രപ്പോസലിലും ഈജിപ്റ്റ് കൊണ്ടുവരുന്ന പ്രപ്പോസലിലും 2 പ്രപ്പോസലിലും വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഹമാസിനെ സൈഡ് ലൈൻ ചെയ്യണം. ജോർദാൻ ഹമാസിനെ സൈഡ് ലൈൻ ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈജിപ്റ്റ് ഹമാസിനെ അവോയ്ഡ് ചെയ്യണം എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഈ രണ്ടുപേരും ഇങ്ങനെ ഹമാസിനെ സൈഡ് ലൈൻ ചെയ്യണമെന്ന് എഴുതിക്കൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹമാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരാറ് തയ്യാറാവില്ല, ഇങ്ങനെ ഒരു പ്രപ്പോസൽ പ്ലാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ആരാണ്? ഇത് ട്രംപ് അല്ലല്ലോ ഈ പ്ലാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഈ പ്ലാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇസ്രായേലാണ്. ഇസ്രായേലിന് അത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവർ എന്ത് പ്ലാൻ കൊണ്ടുപോയാലും ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഒരു സർവൈലൻസ് ഏർപ്പെടുത്താനുള്ള ഒരു പെർമിഷൻ ഇസ്രായേൽ തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ ഇവരുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതല്ല, ഇവരൊരു ബദൽ പ്രപ്പോസൽ പ്രപ്പോസ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പം മെയിൻലി അറബ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് റീകൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാലസ്തീനിയൻ അതോറിറ്റിയും അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പുതിയ ഒരു റൂളിംഗ് ഫോറം ഗാസയ്ക്കുള്ളിൽ ഏർപ്പെടുത്താനാണ് ഈ അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേൽ ഇതിനു മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ലീഡിംഗ് ആയിട്ട് വരൂ എന്ന് പല തവണ അവർ അറബ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഇവരുടെ അടുത്ത് പറഞ്ഞതാണ്. ഇവർ രണ്ടുപേരും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ ഇപ്പൊ അതേ ഒരു പ്ലാനിലാണ് എത്തിപ്പെടുന്നത്. ഇവരിപ്പോ പുതിയ ആശയമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ എന്താണോ പണ്ട് പറഞ്ഞിരുന്നത് ആ ഒരു സെയിം ആശയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇത് അന്ന് തന്നെ നെതന്യാഹുവിന്റെ അടുത്ത് ഈ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നെങ്കിൽ ഇത് സുഖമായിട്ട് റിസോൾവ് ചെയ്ത് പോയേരെ കാര്യങ്ങൾ. ഇനി ഇപ്പൊ ഇവര് മുന്നോട്ട് വരികയാണ്. ഇപ്പൊ ഏതാണ്ട് അമേരിക്കയിൽ ഈ ഒരു റെജിമൊക്കെ ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പ്രപ്പോസൽ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടും. കാരണം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ജറാദ് കുഷ്ണർ. ഈ ജറാദ് കുഷ്ണർ എന്ന് പറയുന്നത് ട്രംപിന്റെ മരുമകനാണ്. അയാൾ ഒരു ജൂ ആണ്. അതുപോലെ തന്നെ ജൂയിഷ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരുപാട് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പം നിലവിൽ. അപ്പൊ ഇവരെല്ലാരും കൂടെ ഏത് രീതിയിലായിരിക്കും തീരുമാനിക്കുക എന്നുള്ളത് വളരെ വളരെ ക്രിട്ടിക്കലാണ്. ഈ ഒരു പ്രപ്പോസൽ ഒരു പക്ഷേ ബൈഡൻ ഇരുന്ന സമയത്ത് സൗദി അറേബ്യയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഈ ഒരു അറബ് ലീഗ് സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു ടൈമിൽ ഇത് കുറച്ച് ലേറ്റ് ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ട്രംപ് ഓൾറെഡി തന്നെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഇത് പ്രപ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് പ്ലാനും പദ്ധതിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നത് എനിക്ക് കണ്ടറിയണം.
ഇവരുടെ പ്ലാനിനൊക്കെ ഇനി എന്ത് വിലയാണ് കൊടുക്കാൻ പോകുന്നത്, ഇനി പുല്ല് വില കൊടുക്കുമോ ഇല്ലെങ്കിൽ ഇതിനെ എടുത്ത് എന്തെങ്കിലും ഡിസ്കഷനിലിട്ട് ഇനി ഇത് റിയലൈസ് ചെയ്തിട്ട് ഇതിനെ വിഷ്വലൈസ് ചെയ്ത് നോക്കുവോ ഈ പ്ലാൻ എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ഇവർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഗാസയിലുള്ള ജനങ്ങളെ ഗാസയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു റീബിൽഡിംഗ് നടത്തണം എന്നാണ് ഇവർ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ കീ പോയിന്റ്. ഗാസയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് ആണ് ഇവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഇതിനകത്ത് പറയുന്നില്ല. അതിലുപരിയായിട്ട് ഗാസയിലെ ജനങ്ങൾ കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെ എവിടെ പാർപ്പിക്കും? ഈ 20 ലക്ഷം ആൾക്കാരെ എവിടെ കൊണ്ട് ഇവരെ താമസിപ്പിക്കാൻ പോകുന്നു? അതായത് ഇനി എത്ര നാൾ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നവരെ ഇവരെ ടെന്റിനകത്ത് തന്നെ ഇരുത്താൻ പറ്റുമോ? ആ കാറ്റത്തും മഴയത്തും ഈ തണുപ്പത്തും ഈ ടെന്റ് എത്ര നാളത്തേക്കാണ് ഇത് ബലക്കാൻ പോകുന്നത്? കാരണം ഇപ്പൊ തന്നെ ഇസ്രായേലാണ് ഈ ടെന്റ്, കുറെ ടെന്റുകൾ ഇസ്രായേൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതാണ്ട് ലക്ഷക്കണക്കിൽ ടെന്റുകൾക്കൊക്കെ ഇസ്രായേൽ വാഗ്ദാനം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നിശ്ചിത തോതിലുള്ള സിംഗിൾ ടെന്റുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫാമിലികൾ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ടെന്റുകളും ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ദിവസം. ഇതും ഇസ്രായേൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വലിയ വലിയ മിഷനറീസ് ആണ്. മിഷനറീസ് മീൻസ് ഈ JCB പോലത്തെ, ബുൾഡോസർ പോലത്തെ ഈ ഒരു കെട്ടിട ഇടിപാടുകൾ, ആ ഡെബ്രി ഒക്കെ മൂവ് ചെയ്ത് മാറ്റാനുള്ള, എളുപ്പത്തിൽ മാറ്റാനുള്ള രീതിയിലുള്ള വെഹിക്കിൾസും അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷെ ഇത് ഹമാസ് മുൻകൂട്ടി അറിഞ്ഞ് ഈ ഐറ്റംസ് ഒന്നും ആ എഗ്രിമെന്റിൽ എഴുതി ചേർത്തിട്ടില്ല. അവരൊക്കെ എഗ്രിമെന്റിൽ എഴുതി ചേർത്തത് ഈ ഷെൽട്ടർ കൊടുക്കുവോ ഈ ടെന്റ് കൊടുക്കുവോ ഇങ്ങനെയുള്ള താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും തന്നെ അവർ അതിനകത്ത് എഴുതി ചേർത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവിടുത്തെ ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യം ഈ വക ബുൾഡോസറുകളും അതുപോലെ തന്നെ ഓയിൽ ഷോർട്ടേജ് ഉണ്ട് അവിടെ. കാരണം ഈ ബുൾഡോസർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ, ഇതുപോലെ വലിയ മിഷനറീസ് ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അവിടെ ഓയിൽ വേണം. ആ ഓയിൽ ഷോർട്ടേജും ഈ വലിയ വെഹിക്കിളിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈജിപ്റ്റ് ഇന്നലെ കുറച്ച് വെഹിക്കിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ റഫ ഗേറ്റിന്റെ ആ ബോർഡറിൽ നിരനിരയായി കിടക്കുകയാണ്. ഇതുവരെ ഗേറ്റ് തുറന്ന് അത് അകത്തോട്ട് കടത്തി വിട്ടിട്ടില്ല. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഹമാസ് 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ ശനിയാഴ്ചത്തെ ആ ഒരു റിലീസ്, ബന്ദിമോചനം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനെ തുടർന്നാണ് ഈ ഒരു ഗേറ്റിന്റെ വെളിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ ഇത് ഒബ്സർവ് ചെയ്യപ്പെടും, എങ്ങനെയാണ് ഈ ഒരു ബന്ദിമോചനം നടക്കുന്നത് എന്നുള്ളത്. ഹമാസ് കൂടുതൽ ആൾക്കാരെ വിട്ടുതരാം എന്നുള്ള നിലയിലൊക്കെ ചില സ്ഥിരീകരിക്കപ്പെടാതെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. നെയിം ചെയ്യപ്പെട്ട 3 പേര് വിട്ടയക്കപ്പെടും. അതിൽ ഒരു വ്യക്തി അമേരിക്കൻ സിറ്റിസൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു 3 പേരെ വിടും. ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ അവർ ഉണ്ടാവണം എന്നില്ല. ഈ ഇമേജ് നിങ്ങൾ കണ്ടുവെച്ചോ. ഇറങ്ങുമ്പോൾ അറിയാം അവർക്ക് ഏത് രീതിയിലാണ് അവർ പട്ടിണിക്കിട്ട് ഏത് രീതിയിൽ ഏത് കോലത്തിൽ വെളിയിൽ വരും എന്നുള്ളത് കണ്ടറിയണം. ഇറാന്റെ ഉള്ളിൽ ഒരു ചെറിയ ഡൗട്ട്, റഷ്യയെ കുറിച്ചാണ് ഈ ഡൗട്ട്. റഷ്യയുടെ ബന്ധത്തിനെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാം എന്നുള്ള നിലയിലുള്ള ചില ആർഗ്യുമെന്റ്സ് ഒക്കെ അവരുടെ ഉള്ളിൽ ചർച്ചയാവുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ട്രംപും പുടിനും തമ്മിലുള്ള 1.5 മണിക്കൂറുള്ള ചർച്ച, ആ ചർച്ചയാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർത്തുന്നത്. തീർച്ചയായിട്ടും ആർക്കായാലും ഒരു ഡൗട്ട് ചിലപ്പം തോന്നിയെന്ന് വരാം. കാരണം 1.5 മണിക്കൂറൊക്കെ സംസാരം എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു അൺസർട്ടനിറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാർക്കോ റൂബിയോ ഇസ്രായേൽ വിസിറ്റ് ചെയ്യും. ആ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കും, അതായത് ബാക്കിയുള്ള ബന്ദികളെ, മൊത്തത്തിലെ ബന്ദികളെ ഹമാസ് വിട്ടുതരുന്നോ ഇല്ലയോ എന്നുള്ള ആ ഒരു നിർണായക ചർച്ച. അതുപോലെ തന്നെ ഇറാന്റെ മേളിൽ ഏത് രീതിയിലുള്ള ആക്ഷൻ എടുക്കണം, ഈ 2 വിഷയങ്ങളും മാർക്കോ റൂബിയോയുമായിട്ട് ഇസ്രായേലിന്റെ പ്രതിനിധികൾ സംസാരിച്ച് അതിലൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതോടൊപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ ഉള്ളില് ഇറാൻ പറയുന്നത് പോലെ ഒരു രീതിയിൽ ഒരു ടേബിളിൽ എത്തുന്നില്ല, ഒരു സംസാരത്തിന്, ഒരു നെഗോസിയേഷന് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഉള്ളിൽ തുടരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ ഇന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്താണ്? അവരുടെ മിസൈലിലേക്ക് വേണ്ടിയുള്ള ആ ഒരു ഫ്യൂവൽ, ഇന്ധനം, അതിനുള്ള കീ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫോർമുല. ആ ഫോർമുല ചൈന ഇറാന് കൈമാറിയതായിട്ടാണ് ഇറാൻ തന്നെ സ്വയമേ അംഗീകരിച്ചിരിക്കുന്നത്. ചൈന ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കെതിരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ മുന്നോട്ട് നീക്കുന്നത്. അപ്പൊ അതിന് ശരിക്കും ചൈനയെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ട്രംപിന്റെയും മോദിയുടെയും ആ ഒരു മീറ്റിങ്ങും അവർ കൊടുത്ത ഒരു കോൺഫറൻസിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വളരെ പോപ്പുലർ ആണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ചൈനയെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇന്ത്യക്ക് ഗുണപരമാകുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 100 ന്യൂക്ലിയർ സൈറ്റുകൾ ഇറാന്റെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 1000 എണ്ണം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളെല്ലാം തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് ഇറാന്റെ ഉള്ളിൽ തന്നെയാണ് മാക്സിമം 80% ഞങ്ങൾ ഇറാന്റെ ഉള്ളിൽ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 100 അടിച്ചിട്ടാലും ഞങ്ങൾ 1000 എണ്ണം ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊള്ളാം, പക്ഷെ എന്തെങ്കിലുമൊക്കെ പുറത്ത് കാണണം. 1979 മുതൽ ഞങ്ങൾ ഇറാൻ ഭരിക്കുന്നുണ്ട് ഈ ഒരു റെജീം, IRGC റെജീം. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിൽ ഏത് രീതിയിൽ എത്തിയിരിക്കുന്നുള്ളതിന്റെ ചെറിയ ഡെമോൺസ്ട്രേഷൻ എങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ ഒന്നും തന്നെ പ്രൂവൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഇറാന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്. ആനയുണ്ട്, ചേനയുണ്ട്, തേങ്ങയുണ്ടെന്നൊക്കെ പറയും.
പക്ഷെ അൾട്ടിമേറ്റ്ലി അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. മിസൈലുകളുണ്ട്, അത് ഇരുമ്പ് കൊണ്ട് പല രീതിയിലുള്ള പാട്ടകളും ഡിസൈൻ ചെയ്ത് ഇങ്ങനെ വെക്കാമല്ലോ, ആ രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശക്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ സിറിയയുടെ ചെറിയ നിലപാട് മാറ്റം. സിറിയ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ആ ഒരു കരങ്ങളിൽ നിന്നും ചെറുതായിട്ട് വഴുതി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിറിയ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, സിറിയയുടെ ഫോറിൻ മിനിസ്റ്ററാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ആസാദ് ഹുസൈൻ അൽ ഷിബാനി. ഇതാണ് ഇയാളുടെ പേര്, ഫോറിൻ മിനിസ്റ്ററാണ്. അവിടെ ഇലക്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല, തീവ്രവാദി തന്നെ, തീവ്രവാദിയായിട്ടിരുന്നു, ഇപ്പൊ തീവ്രവാദി മാറി, ഇപ്പൊ ഫോറിൻ മിനിസ്റ്റർ എന്ന് പേരും വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യുവമാര് ഇവമാരുടെ നിലപാട് മാറ്റും. കാരണം യുവമാരുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ MB ഐഡിയോളജിയാണ്. ഈ ബ്രദർഹുഡിന്റെ ഐഡിയോളജിയൊക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും യുവമാര് ഒരു നല്ല രീതിയിലുള്ള ഭരണമൊന്നും മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഇപ്പൊ ഇറാന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇറാനുമായിട്ട് ഞങ്ങൾ ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വയ്ക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള നിലയിൽ ഇറാനുമായിട്ട് പുതിയ അലൈ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പം ഇതുകൊണ്ട് എന്താ, സിറിയക്കുള്ളിൽ ഇറാന്റെ ഇൻഫ്ലുവൻസ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ചെയ്ത അറ്റാക്കുകളെ മുതലെടുത്തുകൊണ്ട് ഇവന്മാർ ഇപ്പോൾ എവിടെ പൊസിഷനിൽ ഇരുന്നത്. എന്നാലും ഇസ്രായേൽ ചെയ്യേണ്ട കാര്യം ഇസ്രായേൽ വൃത്തിയായിട്ട് ചെയ്തു. ആ രാജ്യത്തെമ്പാടും ഉണ്ടായിരുന്ന ആയുധങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടാസാക്കി പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അത് വേറെ കാര്യം. അതുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു HTS ഇതുവരെ വളർന്നിട്ടില്ല. പക്ഷേ HTS ഇപ്പൊ അവരുടെ ഒരു നിലപാട് മാറ്റിക്കൊണ്ട് ഇറാനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെ ചെറുതായിട്ട് ഗണ്ണിക്കുന്ന രീതിയിൽ ഇമ്മാനുവൽ മാക്രോൺ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത്, സിറിയ സമ്മതിച്ചാൽ ഇറാനെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട്, ഇറാന്റെ ഒരു മൂലക്കിട്ടിട്ട് പൂർണ്ണമായിട്ടും ഫ്രാൻസിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ തീവ്രവാദത്തെ ചെറുക്കാനുള്ള ആ ഒരു ദൗത്യത്തിൽ ഞങ്ങൾ പങ്കാളികളാവും. അതായത് ഈ സിറിയ നാട്ടിൽ ഇപ്പൊ സിറിയയ്ക്കുള്ളിൽ ഇപ്പൊ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന HTS, അപ്പൊ തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഒഫീഷ്യൽ. അപ്പൊ ഈ HTSനെതിരെ ഏതെങ്കിലും ഈ ചെറുകിട സംഘടനകളായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ വരുന്നുണ്ടെങ്കിൽ അവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ ചെയ്യാൻ ഫ്രാൻസ് തയ്യാറാണെന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും തീവ്രവാദികൾ ഏറ്റെടുക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡൗട്ട്ഫുൾ ആണ്. കാരണം അവന്മാർക്ക് വേണ്ടത് ഇതല്ല, അവന്മാർക്ക് വേണ്ടത് വേറെ കാര്യങ്ങളാണ്. അവർക്ക് അവരുടെ ദൗത്യമുണ്ട്, അവരുടെ ലക്ഷ്യമുണ്ട്, അവരുടെ ആ ഒരു ഐഡിയോളജി ഉണ്ട്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകത്തുള്ളൂ. ആര് ഭരിച്ചാലും വേണ്ടില്ല, ഐഡിയോളജി കൈവിടാൻ പാടില്ല. ലെബനാൻ ഇന്നൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇറാനിയൻ എയർലൈൻസിനെ ബാർ ചെയ്തിരിക്കുകയാണ്. അത് ഇറാനിയൻ എയർലൈൻസ് ഇനി ലെബനാനിലെ ബെയ്റൂത്തിൽ ഇറങ്ങണ്ട എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ ഇസ്രായേൽ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇറാൻ വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് ഫണ്ട് കൈമാറുന്നു എയർപോർട്ട് ത്രൂ, കൃത്യമായിട്ട് ബെയ്റൂട്ട് എയർപോർട്ട് ത്രൂ. ഇതിന് ലെബനാൻ ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബെയ്റൂത്ത് എയർപോർട്ട് അറ്റാക്ക് ചെയ്യും. ബെയ്റൂത്ത് എയർപോർട്ട് അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു വാണിംഗ് ഇസ്രായേൽ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാണിംഗ് മാത്രമല്ല, കൃത്യമായിട്ട് ആ മെസ്സേജ് ലെബനാൻ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. പഴയ സർക്കാരല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പൊ പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പൊ അവർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുന്നത്. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറാനിയൻ എയർ ബെയ്റൂത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിനെ അവർ ബാർ ചെയ്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇറാനിൽ നിന്ന് ഇനിയൊരു ഫ്ലൈറ്റ് ലെബനാനിലേക്ക് വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ലൊരു തീരുമാനമാണ്. അതായത് എത്ര ശ്രമിച്ചാലും ഇവന്മാർ വീണ്ടും ഫണ്ട് ഒഴുക്കി എങ്ങനെയെങ്കിലും തീവ്രവാദം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള നിലയിലുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. പിന്നെ തയ്യബ് എർദോഗൻ, അതായത് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ നേതാവായിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന തയ്യബ് എർദോഗൻ, അതിനുവേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്ന തയ്യബ് എർദോഗൻ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിയാണെങ്കിൽ പറയണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു MB ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അഗ്രഗണ്യമാരായിട്ടുള്ള ആൾക്കാരാണ് പാകിസ്ഥാനികൾ. അവിടെ പോയി നിന്നിട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് പാകിസ്ഥാനിലാണ് ഊണും ഉറക്കവും എല്ലാം. അപ്പൊ പുള്ളി അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് ഗവൺമെന്റ് രൂപീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹകരിച്ച് മുന്നോട്ട് പോകണം. ഇത് ഇന്ത്യക്കിട്ട് തരുന്ന ഒരു പണിയാണ്. കാരണം ഇന്ത്യ അഫ്ഗാനുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എർദോഗൻ വന്നിട്ട് പറയുകയാണ്, തുർക്കിയും പാകിസ്ഥാനും കൂടെ ചേർന്ന് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ജോയിന്റ് റൂളിംഗ് അവിടെ കൊണ്ടുവരണം. അപ്പൊ അഫ്ഗാനിസ്ഥാനിന് എല്ലാവിധ സഹകരണങ്ങളും പ്രൊട്ടക്ഷനും കൊടുക്കും. പിന്നെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. ഗാസ എന്ന് പറഞ്ഞ ഒരു ഒറ്റ സ്പോട്ടിൽ നമ്മൾ ഒരുമിക്കേണ്ടതിന്റെ ഒരു അത്യാവശ്യ ഘട്ടം വന്നിരിക്കുകയാണെന്നുള്ള നിലയിലുള്ള അനൗൺസ്മെന്റുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് എർദോഗൻ അവിടെ നിൽക്കുന്നത്. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, അഫ്ഗാനിസ്ഥാനിൽ ചെറിയ അൺസർട്ടനിറ്റിക്ക് സാധ്യതയുണ്ട്. അവിടെ ആരും പോയിട്ട് അറ്റാക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും അത് ബാധിക്കും എന്നുള്ള നിലയിലുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇത് പാകിസ്ഥാനും തുർക്കിക്കും ചേർത്ത് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുള്ള കളികളൊന്നും വേണ്ട എന്നുള്ള നിലയിലുള്ള ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം ഒരു വിഷയം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ജർമ്മനിയിലെ മുനീച്ചിൽ ഒരു ആക്സിഡന്റ്, ഒരു അഫ്ഗാൻ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് മുങ്ങി ജർമ്മനിയിൽ പോയ ആളാണ്, റെഫ്യൂജി ആയിട്ട്. ഇയാൾക്ക് റെഫ്യൂജി വിസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ടോളറൻസ് വിസയിലാണ് ഇയാൾ അവിടെ ഉള്ളത്. ഇന്നലെ ഒരു മിനി കൂപ്പർ കാർ എടുത്ത് ആൾക്കൂട്ടത്തിൽ ഇടിച്ചു കയറി. തീവ്രവാദി തന്നെയാണ്.
തീവ്രവാദത്തിന്റെ എല്ലാവിധ സൂചനകളും അയാളുടെ മുറിയിലായാലും ശരി, അയാൾ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പോസ്റ്റ് ഓൺലൈനിൽ അയാൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഈ തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇയാൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇടിച്ച് ഈ ഒരു ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള തീവ്രവാദങ്ങൾ ഇനി ജർമ്മനി അനുഭവിക്കാണ്ടിരിക്കുന്നേ ഉള്ളൂ. ജർമ്മനിയിലാണ് ജർമ്മൻ ഫോർ ജർമാനിയൻസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവര് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു യഹൂദർക്കെതിരെയാണ് ജർമ്മനി നിലകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ മറിച്ചിട്ട് യഹൂദാലും ഈ തീവ്രവാദം ജർമ്മനി ഇപ്പൊ കുറച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജർമ്മനി 2 വർഷത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളും എന്നുള്ളത്. 2 വർഷം പോലും വേണ്ടാന്ന് തോന്നുന്നു. അതിനു മുമ്പ് തന്നെ ജർമ്മനി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ടെന്നാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.